ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. അമ്മാത്ത് ഒട്ടെത്തിയതുമില്ല എന്ന അവസ്ഥയിലായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പറഞ്ഞുവരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് തന്നെ. അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. മണിക്കൂറുകളും മാസങ്ങളും പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇരുപക്ഷവും ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടുകയും ചെയ്തു. 30 ദിവസത്തെ വെടിനിർത്തൽ എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചതോടെ യുക്രൈൻ സമ്മർദ്ദത്തിലായി. അമ്പിനും വില്ലിനും അടുക്കാത്ത റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ ട്രംപിന്റെ അറ്റകൈ പ്രയോഗം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം. ആധുനിക ആഗോള രാഷ്ട്രീയത്തിലെ വില്ലൻ പരിവേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പാശ്ചാത്യ രാജ്യങ്ങൾ ചാർത്തിക്കൊടുത്തത്. അതിനു പിന്നിൽ നിന്ന് കളിച്ചത് അമേരിക്കയാണെന്നതിൽ തർക്കമില്ല. എന്നാൽ US ഭരണം മാറിയപ്പോൾ വില്ലൻ പരിവേഷമെല്ലാം മാറി നായക സ്ഥാനത്താണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ. അതിനു കാരണവും അമേരിക്ക തന്നെ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മറ്റു രാജ്യങ്ങൾക്കെതിരെ തീരുവ യുദ്ധം നടത്തിയും കുടിയേറ്റക്കാരെ രായ്ക്കുരാമാനം നാടുകടത്തിയും വീരപരിവേഷം സ്വയമണിയുന്ന ട്രംപിനെ വരച്ച വരയിൽ നിർത്തുകയാണ് വ്ളാഡിമിർ പുടിൻ. പുടിനോട് ട്രംപിന് മൃദു സമീപനമാണുള്ളതെന്ന് ലോകത്തെങ്ങും പാട്ടായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപും പുടിനും ഫോൺ സംഭാഷണത്തിന് സന്നദ്ധരായത് ലോകം ആകാംക്ഷയോടെയാണ് ശ്രദ്ധിച്ചത്. ശുഭകരമായ ഒരു വാർത്ത ആ സംഭാഷണത്തിനൊടുവിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 1 മണിക്കൂറോളം ട്രംപിനെ കാത്തിരിപ്പിച്ച ശേഷമാണ് പുടിൻ ഫോൺ സംഭാഷണത്തിന് പോലും തയ്യാറായതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ സമയം നിശ്ചയിച്ച പ്രകാരം ട്രംപിന്റെ ഫോൺ വിളി എത്തിയപ്പോൾ റഷ്യയിലെ ബിസിനസ്സുകാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പുടിൻ. 1 മണിക്കൂർ വൈകി പുടിൻ കോൾ അറ്റൻഡ് ചെയ്യാൻ എത്തുന്നതുവരെ ട്രംപ് കാത്തിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട്. 3 വർഷമായി റഷ്യ അനുഭവിച്ച വാണിജ്യ രാഷ്ട്രീയ തൊട്ടുകൂടായ്മയ്ക്കുള്ള പ്രതികാരം വീട്ടലായി ഇതിനെ കാണുന്നവരുമുണ്ട്. അപ്രതീക്ഷിത തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് നയിക്കുന്ന അമേരിക്കയോട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കാൻ വ്ളാഡിമിർ പുടിൻ മടി കാണിക്കാറുമില്ല, മറക്കാറുമില്ല. ട്രംപുമായി ഫോൺ സംഭാഷണ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്ത തീയതിക്കുമുണ്ട് ഏറെ പ്രാധാന്യം. ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് വിളി വന്നപ്പോൾ മാർച്ച് 18 എന്ന ദിവസം തിരഞ്ഞെടുത്തതും വ്ളാഡിമിർ പുടിനായിരുന്നു. യുക്രൈനിൽ നിന്ന് 11 വർഷം മുൻപ് തന്ത്രപ്രധാനമായ ക്രൈമിയ റഷ്യ പിടിച്ചെടുത്ത ദിവസമായിരുന്നു മാർച്ച് 18. റഷ്യയിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള റഷ്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ക്രൈമിയ നവോത്ഥാന ദിനം ആഘോഷിക്കുന്ന ദിവസം തന്നെ ട്രംപുമായി സംസാരിക്കാൻ പുടിൻ തിരഞ്ഞെടുത്തതിനുമുണ്ട് രാഷ്ട്രീയ പ്രാധാന്യം. ആവശ്യങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കാതെ ചിലതു മാത്രം പരിഗണിക്കാൻ തയ്യാറാവുക, ഒപ്പം തന്റെ ആവശ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വെച്ച് അവ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കുക, പിരിയുന്നതിനു മുൻപ് അജണ്ടയില്ലാത്ത വിഷയങ്ങളായ മധ്യപൂർവ്വ ദേശത്തെ പ്രശ്നം മറ്റും ഉന്നയിക്കുക, നല്ല സുഹൃത്തുക്കളാണെന്ന് വരുത്തി തീർക്കാൻ ഒടുവിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഐസ് ഹോക്കി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക. ഇതിനപ്പുറം കാതലായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ ട്രംപിനെ അനുവദിക്കാതെ 2 മണിക്കൂറോളം നീണ്ട ഫോൺ സംഭാഷണ നയതന്ത്രത്തെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിച്ചത്. ട്രംപുമായുള്ള പുടിന്റെ ഫോൺ സംഭാഷണത്തിൽ യുക്രൈന് കാര്യമായ നേട്ടമൊന്നുമില്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു. കരയും കടലും ആകാശവും വഴിയുള്ള ആക്രമണം 30 ദിവസത്തേക്ക് നിർത്തണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വ്ളാഡിമിർ പുടിൻ തള്ളി. പകരം 30 ദിവസത്തേക്ക് പരസ്പരം ഊർജ വിതരണ സ്ഥാപനങ്ങളും ശൃംഖലകളും ആക്രമിക്കില്ലെന്ന് പുടിൻ സമ്മതിച്ചു. പക്ഷേ ഈ കാലയളവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് ആയുധങ്ങളും രഹസ്യ വിവരങ്ങളും നൽകരുതെന്ന നിബന്ധനയും പുടിൻ മുന്നോട്ട് വെച്ചു. കാതലായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് പുടിൻ വ്യക്തമാക്കി. ഈ ആവശ്യങ്ങൾ യുക്രൈനും ചില യൂറോപ്യൻ രാജ്യങ്ങളും പെട്ടെന്ന് അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് റഷ്യയ്ക്ക് നന്നായി അറിയാം. ഡൊണാൾഡ് ട്രംപിന്റെ ചില നീക്കങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് സൈനിക സഹായങ്ങൾ നൽകുന്നത് തുടർന്നേക്കും. വെടിനിർത്തലിന് സമ്മതിച്ചാൽ യുക്രൈന് രഹസ്യാന്വേഷണ വിവരങ്ങളും സൈനിക സഹായങ്ങളും തുടരാമെന്ന് ട്രംപും അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിന് ഇതൊന്നും പാടില്ല എന്ന നിലപാടിലായിരുന്നു വ്ളാഡിമിർ പുടിൻ.
വെടിനിർത്തൽ ട്രംപിന്റെ മാത്രം ആവശ്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് പുടിൻ പതിയെ തലയൂരുന്നതാണ് ഫോൺ സംഭാഷണത്തിന് ശേഷം രാജ്യാന്തര സമൂഹം തിരിച്ചറിയുന്നത്. മാത്രവുമല്ല, റഷ്യൻ പ്രസിഡന്റിന്റെ ആവശ്യങ്ങളെല്ലാം യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ഭാരം കൂടി ട്രംപിന്റെ തോളിലായി എന്ന് ചുരുക്കം. ആക്രമണത്തിന്റെ തോത് കുറയ്ക്കാൻ സാധ്യമായ ഏറ്റവും ചെറിയ ഇളവ് മാത്രമാണ് പുടിൻ അംഗീകരിച്ചത്. സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടരാൻ പുടിനും ട്രംപും ധാരണയായി എന്നത് ചർച്ചയിലെ നേട്ടമായാണ് US നേതൃത്വം കാണുന്നത്. യുദ്ധത്തടവുകാരായ സൈനികരെ വിട്ടയക്കാനും റഷ്യ സമ്മതിച്ചു. ഇതനുസരിച്ച് 175 റഷ്യൻ സൈനികരെ യുക്രൈൻ റഷ്യക്ക് കൈമാറാൻ ധാരണയായി. ഗുരുതരമായി പരിക്കേറ്റ 22 യുക്രൈൻ സൈനികരെ വിട്ടയക്കാൻ റഷ്യയും സമ്മതിച്ചു. അതേസമയം ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണം സമാധാന പാതയിലെ ആദ്യ ചുവടായി US വിലയിരുത്തി. 30 ദിന അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശം പുടിൻ നിരാകരിച്ചതിനു പിന്നാലെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഫോണിൽ വിളിച്ചു. ധാതു ഖനന കരാറിൽ ഒപ്പിടാൻ ഫെബ്രുവരി 28-ന് വൈറ്റ് ഹൌസിലെത്തിയ സെലൻസ്കിയെ അപമാനിച്ചു വിട്ടതിനു ശേഷം ട്രംപ് യുക്രൈൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിക്കുന്നത് ഇതാദ്യമാണ്. ചർച്ചയുടെ വിശദാംശങ്ങൾ ട്രംപ് സെലൻസ്കിയെ ധരിപ്പിച്ചു. പുടിൻ പറഞ്ഞത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് US നിരീക്ഷിക്കണമെന്നായിരുന്നു സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെട്ടത്. അതേസമയം ട്രംപ് പുടിൻ ചർച്ച കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളും നഗരങ്ങളും ലക്ഷ്യമിട്ട് റഷ്യയുടെ മിസൈലുകളും 145 ഡ്രോണുകളും ആക്രമിക്കാനെത്തിയെന്നും അതിൽ 72 എണ്ണം വെടിവെച്ചിട്ടതായും സെലൻസ്കി ട്രംപിനെ അറിയിച്ചു. സാധാരണക്കാരുടെ വീടുകൾക്ക് കേടുപാടുകളും മരണവും റഷ്യൻ ആക്രമണത്തിൽ സംഭവിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമെന്നും മറുവശത്ത് ആക്രമണം നടത്തുമെന്നും റഷ്യ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് ആക്രമണമെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. അതിനിടെ റഷ്യയിലെ കുർസ്ക് മേഖലയിലും ഡോണറ്റ്സ്കിലും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ യുക്രൈൻ ഉന്നത സ്ഥാനത്ത് പുതിയ നിയമനം നടത്തി പ്രസിഡന്റ് സെലൻസ്കി. സായുധ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായി ആന്ദ്രി ഹനോത്തോവിനെയാണ് സെലൻസ്കി നിയമിച്ചത്. വ്ളാഡിമിർ പുടിനോടുള്ള കൂടുതൽ അടുപ്പം ട്രംപിനെ കെണിയിലാക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ഈ ബന്ധം US-ന്റെ വിശ്വാസ്യതയ്ക്കും സഖ്യകക്ഷികളുമായുള്ള ഐക്യം ഇല്ലാതാക്കാനും സാധ്യതയുണ്ടെന്ന് നിരീക്ഷണവുമുണ്ട്. സൈനികമായും രാഷ്ട്രീയമായും ലോക സമൂഹത്തിൽ റഷ്യയുടെ സ്ഥാനം ശക്തിപ്പെടാനും സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.